കുലശേഖരപുരത്ത് മുദ്രാവാക്യം വിളിക്കുകയാണ് പുറത്തേക്ക് വന്ന പ്രവർത്തകർ. അതിന്റെ തത്സമയത്തിലേക്ക് അരുൺരാജ് അവിടെ നിന്ന് ചേരുന്നു. അരുൺരാജ്, ഇപ്പോഴെന്താ അവിടെ നടക്കുന്നത്? പാർട്ടി പ്രവർത്തകർ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാരാണോ ഈ മുദ്രാവാക്യം വിളിക്കുന്നത്? ഈ പാർട്ടി പ്രവർത്തകർ സംസ്ഥാന നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ SKN സംസ്ഥാന നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവരെ കൂകി വിളിച്ചാണ് പ്രവർത്തകർ ഇപ്പോൾ വരവേൽക്കുന്നത്. എന്തായാലും സംസ്ഥാന നേതാക്കൾ മടങ്ങുവാൻ ഉള്ള ശ്രമമാണ്. പക്ഷേ അതിന് ഈ മടങ്ങുവാനുള്ള ശ്രമം പൂർണ്ണമായും തടയുകയാണ് ആ പ്രവർത്തകർ. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വാഹനത്തിനടക്കം മുമ്പിലും പിന്നിലും അടക്കം പ്രവർത്തകർ കിടക്കുന്നു. സംസ്ഥാന നേതാക്കൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. ഒരു തരത്തിൽ ഇവിടെ നിന്ന് വിടില്ല. ഈ തരത്തിൽ ആ സമ്മേളനം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ സംസ്ഥാന നേതാക്കളെ അനുവദിക്കില്ല എന്നുള്ളതാണ്. കെ രാജഗോപാലിന്റെ വാഹനത്തിന് മുമ്പിലാണ് ഇപ്പോൾ പ്രവർത്തകർ കിടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അതേ കെ രാജഗോപാലിന്റെ വാഹനമാണ്. കെ രാജഗോപാലിന്റെ വാഹനത്തിന് മുമ്പിലാണ് പ്രവർത്തകർ ഈ കടന്നിപ്പോൾ പ്രതിഷേധിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നേതാക്കൾക്ക് ഈ സമ്മേളനം അവസാനിച്ച ശേഷിട്ടും നേതാക്കൾക്ക് ഇത് ഇവിടുത്തെ പ്രവർത്തകരുടെ ഒരു വികാരമായി ഇത് മാറുകയാണ്. കാരണം സംസ്ഥാന നേതാക്കൾ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ ഈ പ്രവർത്തകർ തന്നെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പ്രവർത്തകരുടെ പ്രതിഷേധം അത് ഈ വാഹനത്തിന് മുന്നിൽ ഈ പ്രവർത്തകർ ഇപ്പോൾ കിടക്കുകയാണ്. പിടിക്കുന്ന വീഡിയോ ഉണ്ട്, 24 വീഡിയോ 24 ഇപ്പോഴത്തെ ലോ കമ്മിറ്റി സെക്രട്ടറി പെണ്ണ് പിടിക്കുന്നതിന്റെ വീഡിയോ തരാം. ഇപ്പൊ ലോ കമ്മിറ്റി സെക്രട്ടറി ആക്കിയാണ് പെണ്ണ് പിടിക്കുന്നത്. ലോ കമ്മിറ്റി സെക്രട്ടറി എന്താണ് നേതൃത്വം പറയുന്നത് അയാളാണ് ശരിയെന്നാ പറയുന്നത്. അയാൾ കാശ് വാങ്ങിയിട്ടുണ്ട്. ഒടുവിൽ ഈ സംസ്ഥാന നേതാക്കൾക്ക് ഇപ്പോൾ ഈ വാഹനം വിട്ട് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സംസ്ഥാന നേതാക്കളടക്കം മറ്റൊരു വാഹനത്തിലേക്ക് കയറി പോവുകയാണ്. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്ത് തന്നെയായാലും ഇത് വലിയ സംസ്ഥാന നേതൃത്വം ഇത് വളരെ ജാഗ്രതയോടെ ഇപ്പോൾ ഈ വിഷയത്തെ കാണുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിച്ചു. പക്ഷേ നിരവധിയായ തവണ ശ്രമിച്ചെങ്കിലും പ്രവർത്തകരെ ശാന്തമാക്കാൻ ശ്രമം ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു സംസ്ഥാന നേതാവാണ്, കെ രാജഗോപാലാണ് ഈ സംസാരിച്ചത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഭാഷ അത് അദ്ദേഹം വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കെതിരെ അടക്കം പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ പോവുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തെ ഇപ്പോൾ സമാധാനപൂർണ്ണമാക്കാനുള്ള ശ്രമം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇക്കട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തായാലും പ്രവർത്തകരുടെ വികാരം അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതെല്ലാ സീമകളും വിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ സംസ്ഥാന നേതാക്കൾക്ക് അവരുടെ വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ കയറി ഈ സമ്മേളന വേദിയിൽ നിന്ന് പോകേണ്ട അവസ്ഥ വരെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ജില്ലാ നേതൃത്വമാണ് സ്വാഭാവിക രീതിയിൽ സംസ്ഥാനത്തിന് ചാർജുള്ള പ്രതിനിധികൾ അതുപോലെ ജില്ലയുടെ ചാർജുള്ളവർ മാത്രമാണ് ഈ ലോക്കൽ സമ്മേളനത്തിൽ എത്തുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം രൂക്ഷമായതുകൊണ്ടാണ് സംസ്ഥാന തലത്തിൽ നിന്ന് 2 നേതാക്കളെ ഇവിടേക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി നിയോഗിച്ചത്. ആ പ്രശ്ന പരിഹാരത്തിനടക്കം ഇവിടേക്ക് കൊണ്ടുവന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കടക്കം പാർട്ടി നേതൃത്വത്തെ പോലും കള്ളുകുടിയന്മാർക്കും പെണ്ണുപിടിയന്മാർക്കും ഉള്ള പ്രസ്ഥാനമായിട്ട് ഈ പ്രസ്ഥാനം നശിച്ച് നാമാവശേഷമായി കുലശേഖരപുരത്തും കരുനാഗപ്പള്ളിയിലും. വനിതാ സഹാക്കൾക്ക് മാനമര്യാദയായിട്ട് അന്തസ്സോടെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്റെ കൈ പിടിച്ച് കമ്പിക്കകത്ത് വെച്ച് വളച്ചത് നേതാക്കൾ കണ്ടില്ലേ? നേതാക്കളെ അവരെ കണ്ടില്ലേ തിട്ടൂര്? അവരതിന്റെ കൂട്ടിരിക്കുന്ന ആൾക്കാരായിട്ട് വന്ന് ചേച്ചി പാർട്ടി അംഗമാണ്. ഞാൻ പാർട്ടി മെമ്പറാണ്. CITയുടെ ജില്ലാ കമ്മിറ്റിയാണ്. ഞാൻ സമ്മേളന പ്രതിനിധിയല്ല. മനസ്സിലായില്ലേ? അവരെ തിട്ടൂര് അതാണ്. അവർക്ക് ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മതി ഇവിടെ. മനസ്സിലായില്ലേ? പെണ്ണുപിടുത്തക്കാരുടെ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം. ഞങ്ങൾ CPMന്റെ കൊടി പിടിച്ച് വളർന്നു വന്നവരാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ പ്രസ്ഥാനം വേണം. ആ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതാണ് ഈ പ്രവർത്തകരുടെ വനിതാ പ്രവർത്തകരുടെ അടക്കം ഒരു വൈകാരികമായ തലമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധം അവർ വലിയ തോതിൽ അല്ലെങ്കിൽ എന്നെ രണ്ടടിച്ചാലും എന്റെ കണ്ണ് അറിയത്തില്ല സഹോദരന്മാരെ. ഞാൻ CPMലൂടെ വളർന്നു വന്നതാ. CPMന്റെ ഓരോ രക്തസാക്ഷി കുടുംബത്തിലുള്ളവളാ ഞാൻ. പക്ഷേ സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടി തന്നെ ഇപ്പോൾ സ്ത്രീ പീഡനത്തിൽ ആരോപണമല്ല, സ്ത്രീ ശക്തമായി എതിർത്തു. ഞങ്ങൾ എതിർത്തിട്ട് ഞങ്ങൾക്കൊരു വിലയില്ല. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞ് ഇത്രയും ചെയ്തിട്ട്
മതിയായില്ലയോ? നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളാണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നാ എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിച്ചത്. മാറിയിരുന്നേ. സഹാവിനെ സ്നേഹിക്കുന്നുണ്ട്. സഹാവിന്റെ ഭാര്യ ഈ പ്രസ്ഥാനത്ത് വരുന്നില്ല. സഹാവിന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴുക്കി ഞങ്ങൾക്കൊരു സ്ഥാനം വേണ്ട, ജോലി വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ മാന്യമായിട്ടുള്ള പ്രസ്ഥാനം മാത്രം മതി. മാന്യമായിട്ടുള്ള CPM ആയിരിക്കണം. CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണം. എന്നെ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ. ഇത് പ്രവർത്തകരുടെ വികാരമാണ്, പ്രവർത്തകരുടെ പ്രതിഷേധമാണ്, അവരുടെ വൈകാരികമായ പ്രകടനമാണ് ഈ കണ്ടത്. എന്തായാലും സംസ്ഥാന നേതാക്കൾ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. എന്താണ് സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട്? ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം അരുൺരാജ്, ഈ സമ്മേളനം നിർത്തിവെച്ചാണോ ഈ നേതാക്കൾ പുറത്തിറങ്ങിയത്? അതല്ല ഈ സമ്മേളനത്തിലെ തെരഞ്ഞെടുപ്പും പുതിയ കമ്മിറ്റിയും പാനലും ഒക്കെ അംഗീകരിച്ചാണോ, സെക്രട്ടറി ഒക്കെ തെരഞ്ഞെടുത്താണോ ഈ പുറത്തു വന്നത്? ഈ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഈ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പറയുന്നത്. സെക്രട്ടറിയെ ഞങ്ങൾക്ക് പാനൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, എങ്കിലും ഞങ്ങൾ അംഗീകരിച്ചു പോട്ടെന്ന് വിചാരിച്ചു. കാരണം സമൂഹത്തിൽ താഴെത്തട്ടിൽ നിന്ന് ഞാൻ മഹിളയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, മഹിളയുടെ ഏരിയ ട്രഷററാണ്, ലോക്കൽ കമ്മിറ്റി അംഗമാണ്. എന്നെ ഇത്തരം നെറികേടുകൾ വിളിച്ചു പറയുന്നതിന്റെ പേരിൽ എന്നെ പുറത്താക്കി. ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുത്തതിൽ പ്രശ്നമുണ്ട്. അതേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്രയും മോശപ്പെട്ട രീതിയിൽ നിലവിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോശം പ്രവർത്തകനായിരുന്നു. എന്നിട്ട് അത് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി ഓരോ ദിവസവും. ഇന്നും ഞാൻ പറഞ്ഞു, വ്യക്തമായ തെളിവ് ഞാൻ തരാം സഹാക്കളെ, നിങ്ങൾ 3 പേര് ഇത് കാണാൻ പറഞ്ഞ്. എന്നിട്ട് എന്നെ ഒഴിവാക്കിക്കോ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഈ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് തന്നെ പോകും. മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ പോലും CPM-ൽ കുരുത്തു വന്ന് എനിക്ക് മറ്റൊരു കൊടിയിലും പോകാൻ കഴിയത്തില്ല. എന്തായാലും ഈ പ്രശ്നം ഇപ്പോൾ അതിസങ്കീർണമായിരിക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അത് അവൈലബിൾ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇപ്പോൾ ചേരുന്നു എന്നുള്ളതാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരടക്കം ഈ സമ്മേളന പ്രതിനിധികളാണ്. എന്തായിരുന്നു പ്രശ്നം? ഇവിടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്. വളരെ പുള്ളിയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇതുവരെ ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഇരിക്കുന്ന ഒരു സഖാവെന്ന ഒരു പരിഗണന ഇന്നേ വരെ തന്നിട്ടില്ല. ഈ 10 വർഷക്കാലം ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ പുള്ളി അത് തരീക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, ഇങ്ങനെ പോയാൽ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, എന്നെ ഒഴിവാക്കിയോട്ടെ. പക്ഷെ ഞാൻ 21 വർഷമായിട്ട് ഈ പാർട്ടി കിടന്ന് കഷ്ടപ്പെടുക. പല ത്യാഗങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി അനുഭവിച്ചു, പല മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. എന്നിട്ടൊക്കെ ഉള്ളിൽ വേദനയുണ്ട്. ഈ പാർട്ടി നന്നാവണമെന്ന് വിചാരിച്ച് 10 വർഷം കൊണ്ട് മിണ്ടാതിരിക്കുക സഖാ, പുറത്തേക്ക് പോവുക. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവരുടെ ഇടപെടൽ. എന്ത് പറയണമെന്നറിയില്ല. കാരണം 21 വർഷം ഒരു പാർട്ടിക്ക് വേണ്ടി തന്റെ ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയുടെ വാക്കുകളാണ് നമ്മൾ അല്പസമയം